ഹലോ ഹായ് വെൽക്കം ടു വ്ലോഗ് ഓഫ് ഡേ 4. അങ്ങനെ സമയം രാവിലെ 8 മണിന് മുന്നേ തന്നെ ഞാൻ ഇറങ്ങി. ഇന്ന് നോക്കുമ്പോഴേ 38 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്കറിയില്ല, കാരണം വഴിയൊക്കെ നോക്കുമ്പോൾ രണ്ട് സൈഡിലും ഇതേപോലെ പുല്ലും കാടൊക്കെ ഉള്ളത് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ റോഡ് ഫുട്പാത്ത് ഉണ്ടോ എന്നുള്ള അറിയില്ല. എന്തായാലും ഞാൻ ഇറങ്ങിയിട്ടുണ്ട് 8 മണിയായപ്പോൾ. വെയിലൊക്കെ കണ്ടാണ്ട് ഞാൻ രാവിലെ തന്നെ ടീഷർട്ട് എടുത്ത് ഇറങ്ങിയതാണ്. പക്ഷേ കുറച്ച് തണുപ്പുണ്ട്, ഈ വെയിലത്തും കുറച്ച് തണുപ്പുണ്ട്. എന്നാലും സീനില്ല, നമ്മൾ നടക്കാൻ തുടങ്ങിയത്. പിന്നെ ഒരു കോഫി എവിടെയെങ്കിലും കുടിക്കണം, എന്നാലേ ഒരു ഉഷാർ കിട്ടുള്ളൂ, ഒരു എനർജി കിട്ടുള്ളൂ. ഒരു കോഫി എവിടെയെങ്കിലും കുടിച്ചിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോവന്നെ. അങ്ങനെ ഞാനൊരു 20-25 മിനിറ്റോളം ഞാനിപ്പോൾ ഈ നടന്നു വരുന്നേ ഇതുപോലത്തെ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വന്ന് ഇനി ഇതാ ഈ റോഡിലോട്ട് കണക്ട് ചെയ്യാണ്. ഇനി ഇവിടുന്ന് എനിക്ക് റൈറ്റിലോട്ട് പോകണം. അപ്പം മാപ്പിൽ ഞാൻ കാണിച്ചു തരാം. മാപ്പിൽ കണ്ടോ, ഇതിൻ്റെ ഈ മാപ്പിൻ്റെ എനിക്ക് റൈറ്റ് സൈഡിൽ പോകാനുള്ളത് കാണുന്നില്ലേ? വെയിൽ എങ്ങനെ ഇരിക്കണ്. ഞാൻ ഇങ്ങനെ ആയിരിക്കും കുറച്ച് കഴിഞ്ഞാൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഫോൺ എടുത്തത്. കണ്ടോ, നടക്കാനില്ല. തുടക്കം തന്നെ അപശകുനാണല്ലോ ഒന്ന്. എന്തപ്പോൾ ഇങ്ങനെ ചെയ്യുക? ഞാൻ വിചാരിച്ചത് ഈ മാപ്പിൻ്റെ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ, എനിക്ക് പാത്വേൻ്റെ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ മറ്റേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കൂടെങ്കിലും ഫുട് പാത്ത് ഉണ്ടാകും, മറ്റേ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ ഇല്ലാത്ത ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഇതിപ്പോൾ നോക്ക്, രണ്ട് സൈഡിലും ഒന്നുമില്ല. കഷ്ടകാലം എന്നുള്ളത് എന്താ പറയുക, ഞാൻ പ്രതീക്ഷിച്ചതാണ്. കാരണം ഇന്നലെ ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഇന്നും ഇങ്ങനെയൊക്കെ തന്നെ ഏക്കാരം ഞാൻ വിചാരിച്ചിനി. പക്ഷെ ഞാൻ ആൾട്ടർനേറ്റീവായിട്ട് വിചാരിച്ചത് ഈ റോഡ് തന്നെ അവിടെ എവിടെയെങ്കിലും പോയാൽ അങ്ങോട്ട് എനിക്ക് പോകേണ്ടതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തോട്ട് കുറച്ചെങ്കിലും പോയാൽ ബസ് സ്റ്റോപ്പ് എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാവുന്ന. പക്ഷെ അങ്ങോട്ടും ഇതുപോലെ എന്തില്ല, ഫുട്പാത്തില്ല. അപ്പം ഞാൻ വന്ന വഴിയിലൂടെ അങ്ങോട്ടൊക്കെ പോയിട്ടായിരിക്കും മിക്കവാറും ഇനി ഒരു ബസ് സ്റ്റോപ്പ് എന്തെങ്കിലും ഉണ്ടാവുക. ഊബർ എപ്പോഴും വിളിച്ചു പോലെ നടക്കില്ല, പൈസ വിഷയമാവും. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പ് എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ, അല്ലാണ്ട് എന്താ ചെയ്യുക. ഇങ്ങനെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ഗൂഗിളിൽ നോക്കി എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങനെ പോവാന്നുള്ളത്. അപ്പം എവിടേക്ക് പോകണം എന്നുള്ളത് ആദ്യം നോക്കണമല്ലോ, കാരണം നമ്മൾ പറ്റുന്ന അടുത്തറിയും നടക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സൈഡിലും പച്ച, അതായത് അത് കാടാവാം, ചിലപ്പോൾ പാടാവാം, എന്തായാലും അവിടെ വഴി ഉണ്ടാവില്ല. അങ്ങനത്തത് കാണുന്നത് ഒരു 15 മൈലോളം, അതായത് 24 കിലോമീറ്ററോളം അങ്ങനത്തെ റോഡാണ് കാണുന്നത്. അപ്പം അവിടം വരെ ബസ് എടുക്കേണ്ടി വരും. 8 എന്ന് പറഞ്ഞൊരു സ്ഥലം, അതുവരെ. അപ്പോൾ ഇനി ബസ് എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു 13 മിനിറ്റ് നടന്നാൽ ഒരു ബസ് സ്റ്റോപ്പ് കാണുന്നുണ്ട്. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 3 ബസ്സോളം എന്തോ മാറി മാറി കയറിയാലേ അവിടെ എത്തത്തുള്ളൂ. ആകെ മൊത്തത്തിൽ ഷെഡ്യൂൾ മൊത്തം പോകണം. കാരണം ഈ എയർബിഎൻബിസ് എന്നൊക്കെ പറഞ്ഞാൽ അവർ വൈകിട്ടൊക്കെയാണ് ചെക്ക് ഇൻ ടൈം കാണിക്കുക. അപ്പം നമ്മളിത് ഒരുപാട് നേരത്തെ എത്തും, നമ്മളെ പ്ലാനിങ് മൊത്തത്തിൽ പാളിയുണ്ട്. എന്തായാലും കുഴപ്പമില്ല, ഇന്നിപ്പോൾ അത് മനസ്സിലായി അങ്ങനെയാണ് എന്നുള്ളത്. വേറെ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തിയിട്ടാ. ഇതോടെ ബസ് സ്റ്റോപ്പ്, ഇത്ര ഉള്ളു ബസ് സ്റ്റോപ്പ് ഇട്ട് ഇവിടുത്തെ. പിന്നെ സമയം 8:36 രാവിലെ. ബസ് വരുന്നത് 8:46 ഇവിടെയൊക്കെ ഇനി കറക്റ്റ് ടൈമിന് ബസ് വരുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. 16 സ്റ്റോപ്പ് അപ്പുറത്താണ് ഇനി അടുത്തത് ഇറങ്ങാനുള്ളത്, ബസ് മാറി കയറാനുള്ളത്. അപ്പോൾ കോഫി എനിക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല, എവിടെയും കണ്ടില്ല വരുന്ന വഴിക്ക്. ഇങ്ങനെ ഇടവഴി കൂടെ ഒക്കെയാണ് കയറി വന്നത്. അപ്പം ഇനി ബസ് ഇറങ്ങണോടത്ത് എവിടെയെങ്കിലും കോഫി ഷോപ്പ് എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് കോഫി കുടിക്കാം. നല്ല വെയിലടിക്കാൻ കിട്ടും കറക്റ്റ് മുഖത്തേക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ബസ് എന്നിട്ട് പോവാം. ഇവിടെ ഇങ്ങനെ ഇരുന്ന് വിശപ്പ് കയറി തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഇന്നലെ സബ്വേന്ന് ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയൊരു കുക്കിയാണ്. ഇന്നലെ ഗ്യാപ്പില്ലാത്തതുകൊണ്ട് അവിടെ വെച്ചതേനി. അപ്പോൾ ഇത് കഴിക്കാം. ബസ് വരാൻ ഇനി ഒരു 5 മിനിറ്റിൻ്റെ മുകളിലുണ്ട്. വരുന്നു നമ്മുടെ ബസ്, കൈകാട്ടി നിർത്താം. കയറാം. Need to know where you're going first. Mm-hmm. I need to know where you're going first. Oh, Marketplace. Sorry. Farringdon. Sorry? Farringdon. Yeah, Marketplace. Okay. Bye-bye.
Okay. Thank you. Is that for me, right? Yes. Thank you. ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഓരോ രീതികളാണ്. പിന്നെ ലണ്ടനിലേക്ക് ബസ് കയറാന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ ടാപ്പ് ചെയ്താൽ മതി. നമ്മളെ കാർഡ്, ബാങ്ക് കാർഡ്, എന്താ കാർഡ് നമ്മളെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ടാപ്പ് ചെയ്താൽ അതിൽ നിന്ന് പൈസ ഓട്ടോമാറ്റിക്ക് പോയിക്കോളും. ഇന്നലെ ഞാൻ ട്രാവൽ ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ടാപ്പിങ് ചെയ്യണം, പിന്നെ നമ്മൾ ഇറങ്ങുമ്പം ടാപ്പ് ഔട്ട് വീണ്ടും ചെയ്യണം. ലണ്ടനിൽ അങ്ങനെയില്ല. ഇന്നിപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനോട് ആദ്യം ഞാൻ പറയണം ഏത് സ്റ്റോപ്പിലാണ് ഞാൻ ഇറങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ഓരോ സ്റ്റോപ്പിന് ദൂരത്തിന് ഫെയർ ഉണ്ട്. മറ്റേത് ലണ്ടനിൽ നമ്മൾ എവിടേക്ക് പോയാലും ഒരു ഫെയറേ ഉള്ളൂ. ഇവിടെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ടെന്ന്, മാറ്റം ഉണ്ടെന്ന് പൈസക്ക്. അപ്പോഴാണ് പുള്ളിക്കാരൻ ടിക്കറ്റ് എടുത്തത്. അതുപോലെ ഇവിടെ ബസ്സിൽ പൈസ ഒക്കെ എടുക്കും കേട്ടോ. ലണ്ടനിൽ പൈസ ഒന്നും എടുക്കില്ല, നമ്മളെ കാർഡ് മാത്രം ടാപ്പ് ചെയ്യാം. ഇവിടെ പുള്ളിക്കാരപ്പം ഞാൻ പൈസ എടുക്കുന്നതൊക്കെ കണ്ട്. താങ്ക് യു. അപ്പോൾ ഞാൻ ബസ് ഇറങ്ങി. ഇതാണ് ഫാരിങ്ടൺ എന്ന് പറഞ്ഞ സിറ്റിയിലെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പം ഇതാണ് മാർക്കറ്റ് പ്ലേസ് എന്ന് തോന്നുന്നു. ഈ മാർക്കറ്റിനെ ആയിരിക്കും മാർക്കറ്റ് പ്ലേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടുന്ന് എവിടുന്നേലും ഒരു കോഫി ഷോപ്പ് കണ്ടുപിടിച്ചിട്ട് കോഫി അടിച്ച് അധികം സമയം ഇരിക്കണം. കാരണം ഇനിയിപ്പോൾ വേറെ എന്താ ചെയ്യാൻ, അതുവഴി പോയി നോക്കാം. ഞാനൊരു കഫേയിലെത്തിയിട്ടുണ്ട്. കഫേ നല്ല അടിപൊളി കഫേ. ഇവിടെ എന്താ ഇന്ത്യൻ്റെ മാപ്പൊന്നും എനിക്ക് മനസ്സിലായിട്ട് കേട്ടോ. ഇന്ത്യ, അതുപോലെ ഒരു ഹനുമാൻ്റെത്, ഇന്ത്യക്കാരൻ്റെതോ ഇന്ത്യക്കാരിയുടെ എന്തോ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ നിൽക്കുന്ന സ്റ്റാഫൊക്കെ ഇംഗ്ലീഷുകാരിയാണ്. പിന്നെ ഞാനൊരു കോഫിയും ഒരു ബനാന ബ്രെഡും ഓർഡർ ചെയ്തിട്ടുണ്ട്. കോഫിയൊക്കെ നല്ല അടിപൊളി വൈബുള്ളൊരു കോഫി ഷോപ്പ്. അങ്ങനെ അവിടുന്ന് കോഫിയൊക്കെ കുടിച്ച് ഞാൻ ഇറങ്ങി. എന്തായാലും നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. പിന്നെ ഇന്ന് നേരത്തെ വീട്ടിലേക്ക് കയറാം കേട്ടോ. കാരണം എനിക്ക് മെസ്സേജ് പറഞ്ഞുകൊണ്ട് കീയും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ കയറിക്കോന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും നേരത്തെ കയറാം. എന്നാലും നമുക്ക് എന്തെങ്കിലും അട്രാക്ഷൻസ് എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ കാണാമെന്ന് വിചാരിച്ചപ്പം ഇവിടെ ഒരു ഫാരിങ്ടൺ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഫാരിങ്ടൺ ഫോളി ടവർ എന്ന് പറഞ്ഞിട്ടൊരു ഐക്കോണിക് ടവർ, ഇവിടുത്തെ എന്തൊരു ടവർ ഉണ്ട്. പക്ഷെ അത് നോക്കുമ്പം സൈറ്റിലൊക്കെ നോക്കുമ്പം ക്ലോസ്ഡ് ഫോർ ദ റെസ്റ്റ് ഓഫ് ദ സീസൺ, എന്തോ മെയിൻ്റനൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരു 12 മിനിറ്റ് വാക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇനി ടവറിക്ക് മാത്രമാണോ ക്ലോസിങ് എന്താണെന്ന് അറിയില്ല. ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് കാണാമെന്ന് വിചാരിച്ചു. നോക്കട്ടെ, ഒന്ന് പോയി നോക്കട്ടെ. അങ്ങോട്ട് പോയി നോക്കാം. അപ്പോളേ മടിച്ച് നിന്നിട്ടൊരു കാര്യമില്ല. അമ്മാതിരി കാറ്റ്, തണുത്ത കാറ്റ്. ഞാൻ ആ ഉഡ്ഡി എടുത്താണ് ഇട്ട്, നമ്മളെ സ്ഥിരം മുടി. എന്താ ചെയ്യുക. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ നടന്നു വന്ന വഴി. ആദ്യമായിട്ടാണ് 3-4 ദിവസമായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കയറ്റത്ത് കൂടെ ഞാൻ കയറുന്നത്. അതായത് വലിയ കയറ്റം നല്ലത്, പക്ഷേ ആദ്യമായിട്ടാണ് ഒരു കയറ്റം കയറുന്നത്. ഞാൻ ഫസ്റ്റ് ദിവസം തന്നെ പറഞ്ഞതിന് പിന്നെ കയറ്റങ്ങളൊന്നും ഇല്ല എന്നുള്ളത് കറക്റ്റാണ്. അപ്പം അതും പാളിയിക്കണ്. കാരണം ഇതാണ് അങ്ങോട്ടുള്ള വഴി. എൻ്റെ മുകളിലാണ് ഒരു ഇതുള്ളത്, ടവർ. പക്ഷേ ക്ലോസ്ഡ് ആണ്. ഇപ്പം നമ്മൾ തിരിച്ചിഞ്ഞും അങ്ങോട്ട് തന്നെ നടക്കണം. ഞാൻ നേരത്തെ ബസ് ഇറങ്ങിയ മാർക്കറ്റിൽ തന്നെ വന്ന് നിന്നുണ്ട്. അടുത്ത ബസ് ഒരു 5-8 മിനിറ്റും കൂടി ഉണ്ട് വരാൻ. ഇതാണ് മാർക്കറ്റ് പ്ലേസ് കിട്ടും. ഒരു കുഞ്ഞു മാർക്കറ്റ്, ആകെ ഇച്ചിരിയേ ഉള്ളൂ. ഒരു 4-5 ഷോപ്പ് മാത്രമുള്ള ഒരു കുഞ്ഞു മാർക്കറ്റ്. അതിൽ കൂടി ഒന്ന് നടന്നു നോക്കാം അവിടെ എന്തൊക്കെയുള്ളത്, പോയി നോക്കട്ടെ. അതാ അമ്മച്ചിയുടെ ആർട്ടീഷ്യൻ സമൂസ ഒക്കെ ഉണ്ട് കേട്ടോ. നോക്കട്ടെ എന്തൊക്കെയുണ്ട്. ഇവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട്. പക്കോട ഉണ്ട്, സമൂസ ഉണ്ട്. അയാ ഇവിടെ എന്തൊക്കെയോ ചെടികളാണ്. എന്താ അത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ചീസസ് ആണ് കേട്ടോ. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളു. ഇതെന്താ മീറ്റാണ്, മീറ്റ്സ് ആണ്, ഫിഷ്. ഇത്രയൊക്കെ ഉള്ളു മാർക്കറ്റ്. കുറേ കാണാനൊന്നുമില്ല. ഇവിടെ കുറച്ച് വെജിറ്റബിൾസ്. Can you just tap the card here? Swindon. What? The Sainsbury's. Yeah, it's fine on there. Alright.
താങ്ക് യു. അങ്ങനെ നമ്മൾ അടുത്ത ബസ്സിൽ കയറിയിട്ടുണ്ട്. ബസ് മുകളിലാണ് കയറിയത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഫുള്ള് നടന്നു പോകാന്ന് പറഞ്ഞിട്ട് ഈ ചങ്ങായി ബസ്സിലൊക്കെയാണല്ലോ ഫുള്ള് പോണത്. ഇപ്പം വേറെ വഴിയില്ല, കാരണം പാത്തില്ല. കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുന്നത്, ബസ് എടുക്കണം. അപ്പം ഇനി സ്വിൻഡലിലോട്ടാണ്. സ്വിൻഡലിൽ ഇറങ്ങിയിട്ട് അവിടെ എന്തെങ്കിലും കാണാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് അത് ചെയ്യാം. എന്നിട്ട് ഇന്നത്തെ വീട്ടിലോട്ട് പോവാം, ഫുഡൊക്കെ കഴിച്ച് പതുക്കെ. ഇങ്ങനെ ഇവിടെ ഞാൻ ബസ് ഇറങ്ങി അങ്ങനെ നോക്കിയപ്പം സ്റ്റാൻഡ് ആൻഡ് കൺട്രി പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർക്ക് കാണുന്നുണ്ട്. അങ്ങോട്ട് നോക്കിയപ്പം ഒരു 5 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ഇപ്പം ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ട് പിന്നെ അവിടുന്ന് 3-3/4 മണിക്കൂർ എന്തോ നടന്നാൽ നമ്മളെ സ്റ്റേയിലോട്ട് എത്തും. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങോട്ട് നടക്കാമെന്ന്, ആ പാർക്കിലോട്ട്. പാർക്കിൽ ചുമ്മാ അവിടെ എന്തൊക്കെ ഫോട്ടോസൊക്കെ കണ്ടപ്പം നല്ലൊരു ഭംഗിയുള്ളൊരു പാർക്കാന്ന് തോന്നുന്നു. പക്ഷെ അങ്ങോട്ടും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫുട് പാത്ത് ഉണ്ടോയെന്ന് ആദ്യം നോക്കട്ടെ. ഫുട് പാത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും നല്ല ബസ് വണ്ടിയിലൊക്കെ കയറിയിട്ട് ഞാൻ അങ്ങോട്ട് പോകും. ഓക്കെ, പരിപാടി ഞാൻ നിർത്തുക ഗൈസ്. കാരണം ഞാനിതാ ആയിക്കൂടെ ഇങ്ങനെ വന്ന് റോഡിൻ്റെ സൈഡിൽ വേറെ പാത്തായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ലേനി. പക്ഷെ അത് കൂടെ വന്ന് അവിടുന്ന് റോഡ് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഇവിടുന്ന് ഇങ്ങനെ നടന്ന് ഇവിടെ എത്തിയപ്പം ഇവിടുന്ന് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ നടക്കാൻ. പിന്നെ കണ്ടില്ല എന്താ ഇതിൻ്റെ സൈഡിൽ കൂടെ നടക്കൽ പറ്റൂല, ഇവിടെ അലൗഡ് അല്ല ശരിക്കും. അപ്പോൾ ആ പ്ലാനും മൂഞ്ചി, നടന്ന് അങ്ങോട്ട് പോലെ നടക്കൂല. പിന്നെ ഉണ്ടായതിന് വഴി എന്ന് പറഞ്ഞാൽ ബസ്സിന് പോലെയാണ്. പക്ഷേ അത് ഞാനിനി തീരുമാനിച്ചു അത് വേണ്ട. കാരണം എന്താ വെച്ചാൽ അങ്ങോട്ട് ഞാനീ പറഞ്ഞ പാർക്കിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇനിയും 2 ബസ് കയറണം. എന്താണെന്ന് വെച്ചാൽ ഓരോ ബസ്സിന് ഇവിടെ 3 പൗണ്ടാണ് ചാർജ്. ലണ്ടനത്തിനെക്കാട്ടിലും എക്സ്പെൻസീവാണ് ബസ്സിനൊക്കെ ഇവിടെ ഒരു ഫെയറിന്. ലണ്ടനിൽ 1.75. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 2 ബസ് കയറലും പിന്നെ നേരത്തെ ഇപ്പോൾ ഞാൻ ഒരു ബസ് കയറി, മൊത്തത്തിൽ എക്സ്പെൻസ് കൂടും എൻ്റെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ഇനി വീട്ടിലോട്ട് ഇനിയിപ്പോൾ നടക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഇവിടുന്ന് അതൊന്ന് നോക്കണം ഇനി ഇന്നത്തെ സ്റ്റേയിലോട്ട്. ഞാൻ നേരത്തെ വന്ന വഴി ഇതാ, ഇതുപോലെ റോഡ് ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ഒരു പാത്ത് വേ ഉണ്ടായിരുന്നു. അങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഞാൻ കാണിച്ചതായി പാത്ത് വേ. ഇപ്പുറത്തെ റോഡിനോട് ചേർന്ന് ഇങ്ങനെ പാത്ത് വേ, അപ്പം കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞ് പോയപ്പം അതില്ല. അപ്പം ഇനി എന്ത് ചെയ്യണം, ഇനി വീട്ടിലോട്ട് തന്നെയാണ്. ഞാൻ ആൾക്ക് മെസ്സേജ് അയച്ചു നോക്കട്ടെ. കീയും കാര്യങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞു. പക്ഷെ എന്നാലും ചെക്കിനൊക്കെ ചെയ്യുന്ന ഒരു ടൈം ഉണ്ടല്ലോ, 5 മണിയൊക്കെയാണ് സമയം. അപ്പോൾ ഞാൻ ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് നോക്കട്ടെ അതിന് മുന്നേ ചെല്ലാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ ചെല്ലുന്നത് തന്നെ ഇനി എങ്ങനെയെന്നുള്ളത് നോക്കണം. നടന്നു പോകാനാണ് പ്ലാൻ. പക്ഷേ ഇതുപോലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനിയും ബസ് എടുക്കേണ്ടി വരും അങ്ങോട്ടും. എന്നിട്ട് ലഞ്ച് കഴിച്ചിട്ട് പിന്നെ അങ്ങോട്ട് കയറേണ്ടി വരും. ആ കാണുന്ന ബസ് സ്റ്റോപ്പിലായിട്ടാണ് ഞാൻ നേരത്തെ ഇറങ്ങിയത്. അവിടുന്ന് ഇങ്ങനെ അതിലൂടെ ലെഫ്റ്റ് സൈഡിലോട്ട് പോയിട്ട് ഞാൻ പാർക്കിലോട്ട് പോകാൻ നോക്കിയത്, പക്ഷേ വഴിയില്ലാഞ്ഞിട്ട് തിരിച്ചു വന്നു. അപ്പോൾ വീട്ടിലോട്ട് പോകാനുള്ള വഴി ഇങ്ങോട്ടാണ്. അപ്പോൾ തിരിച്ച് അങ്ങനെ വന്ന് അവിടം വരെ പോയി നോക്കിയപ്പോൾ അവിടുന്ന് വഴി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് വീണ്ടും ആ സൈഡിലൂടെ ഒരു വഴി കാണിക്കുന്നുണ്ട്. ഒരു റൗണ്ട് അബൌട്ടാണ്, അത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വഴി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വഴി ഉണ്ടോ നോക്കട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് വീണ്ടും ഈ ബസ് സ്റ്റോപ്പിലോട്ട് തന്നെ വന്നിട്ട് ബസ് എടുത്ത് പോകേണ്ടി വരും. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ വഴി. ഞാൻ അപ്പുറത്തെ സൈഡ് കൂടെ അവിടം വരെ വന്ന് നോക്കി, പക്ഷേ വഴിയില്ല. അപ്പോൾ ഇത് ഈ റൗണ്ട് അബൌട്ടും ഈ റോഡൊക്കെ ക്രോസ് ചെയ്യാണെന്ന് തോന്നുന്നു. ഇനി അപ്പുറത്ത് എത്തിയാൽ അറിയാൻ പറ്റും നമുക്ക് നടന്നു പോകാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. പോയി നോക്കാം അല്ലേ. ഭാഗ്യമുണ്ട് നമുക്ക്, പക്ഷെ എത്രത്തോളം ഭാഗ്യമുണ്ടെന്ന് അറിയില്ല. കാരണം ഇങ്ങനെ വഴി കാണിക്കുന്നുണ്ട്, കുറച്ച് സിറ്റി സൈഡൊക്കെയാണ് ഇനി കാണുന്നത്. മാപ്പിൽ നോക്കുമ്പോഴും അങ്ങനെയാണ് കുറച്ച് കാണുന്നത്. അപ്പം ഇതുവഴി പോയി നോക്കാം. നേരെ കാണുന്ന വഴിയാണ് ഇനി പോകാനുള്ളത്. ഒക്കെയാണ് ഇവിടുത്തെ സ്ഥലം. അങ്ങനെ ഏകദേശം ഒരു 5 കിലോമീറ്ററോളം അങ്ങനെ നടന്നപ്പോൾ എനിക്ക് വിശക്കൽ തുടങ്ങി. രാവിലെയും കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ സമയം ഏകദേശം 1 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വന്നപ്പം ഒരു ചെന്നൈ ഫ്രഷ് ബിരിയാണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെവിടെയൊക്കെ ചെന്നാലും നമ്മുടെ ഒരു ഇന്ത്യൻ ആ ഒരു സ്പൈസി ഫുഡ് കഴിക്കാൻ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇവിടെ കയറി ചെന്ന് നോക്കാം, എന്താ നോക്കട്ടെ.
അങ്ങനെ ചങ്ങായിമാർ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. പിന്നെ ഞാൻ ബസ് ഇറങ്ങിയതിനോടത്തു നിന്ന് 15 കിലോമീറ്ററാണ് ടോട്ടൽ ഇന്നത്തെ റൂമിലോട്ട് നടക്കാനുണ്ടായിരുന്നത്. അതിൽ 5 കിലോമീറ്ററോളം നമ്മൾ ഫുഡ് കഴിക്കുന്നിടത്തേക്ക് എത്തി. പിന്നെ അവിടെ നിന്ന് ഇനിയിപ്പോൾ 10 കിലോമീറ്ററാണ് ഇനി നടക്കാനുള്ളത്. ഞാൻ ഇന്നത്തെ ഹോസ്റ്റിന് മെസ്സേജ് അയച്ചിട്ട് ഞാൻ ചോദിച്ചിനി ഞാൻ നേരത്തെ എത്തിയ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഏകദേശം ഒരു 2 മണിക്കൂറും കൂടി നടന്നാൽ അവിടെ എത്തും. അതിൻ്റെ ആൾ വീട്ടിലെന്തായാലും ഇല്ല. പക്ഷേ എങ്ങനെയാണ് കയറേണ്ടത് കാര്യങ്ങൾ കീ എവിടെയാണെന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നുണ്ട്. അപ്പം നേരത്തെ വീട്ടിൽ കയറാന്ന്. വെറും 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇനിട്ടോ എനിക്ക് വീട്ടിലേക്ക് എത്താൻ. ആ 15 കിലോമീറ്ററിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് അതന്നെ ഞാൻ മെയിൻ റോഡിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞാൽ മെയിൻ റോഡിലേക്ക് എത്തി. അവിടുന്ന് ഈ സെയിം ഇന്നലത്തെ അതേപോലെ ഫുട് പാത്ത് ഇല്ലേനി. പക്ഷേ സൈഡ് കൂടെ ഒരു ഇടവഴിയൊക്കെ ആയിട്ട് അങ്ങനെ മെയിൻ റോഡിൻ്റെ സൈഡ് കൂടെ ആയിട്ട് അങ്ങനെ പോയി അവിടെ എത്തിന് ഏകദേശം 3 കിലോമീറ്റർ ബാക്കിയുള്ളപ്പോൾ വീണ്ടും ആ മെയിൻ റോഡിലേക്ക് തന്നെ ആ റോഡ് വന്ന് മുട്ടി. പിന്നെ ഒരു രക്ഷയില്ല. അങ്ങനെ എങ്ങനെയൊക്കെ ഒരു വഴി കണ്ടുപിടിച്ച് ഒരു ബസ് സ്റ്റോപ്പൊക്കെ എത്തി. ബസ് എടുത്തപ്പോൾ ഞാൻ എൻ്റെ പ്ലേസിൻ്റെ തൊട്ടടുത്തെത്തി. ഇവിടുന്ന് ആകെ 3-4 മിനിറ്റ് നടക്കാനുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ ഉച്ചക്ക് കഴിച്ചു കൊടുത്തുനിന്ന് ലേശം കറി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു പമ്പുണ്ട് ഇവിടെ. ഈ പമ്പിനകത്ത് ഒരു ചെറിയൊരു മാർക്കറ്റ് ഉണ്ട്. അതിനകത്തുനിന്ന് പ്ലെയിൻ റൈസോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചാൽ എന്നാൽ കറിയും കൂട്ടി ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ച്. വേറൊന്നും വഴിയില്ല. അങ്ങനെ അവസാനം നടന്ന് ഇന്നത്തെ സ്റ്റേയിലുള്ള സ്ഥലത്തെത്തിക്കണ്. അങ്ങനത്തെ ഒരു സ്ഥലം, കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള അതാണ് നമ്മളെ വീട്. ആളിവിടെ ഇല്ല, അതുതന്നെയാണ് തോന്നുന്നത്. ഞാൻ എൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. പിന്നെ ആളിവിടെ ഇല്ല. ആള് ലോക്ക് ഈ ചെടിച്ചട്ടിൻ്റെ അവിടെ ഇട്ടുണ്ടെന്ന് പറഞ്ഞ്. വേറൊരു വിഷയം എന്തായാലും അറിയോ, ഈ വീട്ടിലൊരു ഡോഗ് ഉണ്ട്. അപ്പം ആള് വീട്ടിലില്ലെങ്കിലും ഡോഗ് അതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ തുറക്കുമ്പോൾ ചിലപ്പോൾ ഡോഗ് എൻ്റെ അടുത്തോട്ട് വരും. പക്ഷെ ആൾ ഭയങ്കര ഫ്രണ്ട്ലി ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് ഡോഗ്സിനെ. പോയി നോക്കാം. നേരത്തെ ഞാൻ കാണിച്ചതിന് വീട് അതേനെ ഇട്ടു, പക്ഷെ അതല്ല, ഇതാണ് വീട്. പിന്നെ വല്ല ഒച്ച ഉണ്ടാക്കാതെ കയറി വെക്കാം. ആൾ വന്നില്ല എന്നുണ്ടെങ്കിൽ സുഖേനി. ഡോഗ് ഇട്ടോ. ആരും കാണാനൊന്നുമില്ല. ചാവി സാധനം നോക്കട്ടെ. എന്നാണ് കിച്ചണെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ ഒന്നും നോക്കണില്ല, കാരണം ഡോഗ് അങ്ങനെ വന്നാലോ. ഇതാക്കണ ആളവിടെ ഇരിക്കണു. ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല അടിപൊളി ഡോഗാണ്. പക്ഷെ എനിക്ക് പേടിയാണ്. ഞാൻ മുകളിൽ പോയി നോക്കട്ടെ. ഇതാണ് മുകളിലാണ് റൂമെന്ന് പറഞ്ഞത്. ഇതാവില്ല, ഏറ്റവും ടോപ്പിലാണോ ഇനി? ഇത് ആവാൻ ചാൻസ് ഇല്ല. ഇതാണെന്ന് തോന്നുന്നു നമ്മളെ റൂം. ഞാനൊന്ന് കൺഫേം ആക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് റൂം. ഞാൻ മെസ്സേജ് ഫോട്ടോസൊക്കെ നോക്കി തന്നെയാണ്. സ്ഥിരം പോലെ നല്ല റൂം തന്നെയാണ്. എന്താ ബെഡ്, പിന്നെ എന്നിട്ട് ഇവിടെ ഒരു ടി വി ഉണ്ട്, ഷുഗർ കോഫി ടീ അതിനുള്ള എല്ലാ സംഭവം ഇവിടെ ഉണ്ട്. ഒരു കെറ്റിലുണ്ട്. നമുക്ക് തന്നെ സ്വന്തമായിട്ടൊരു ഫ്രിഡ്ജുണ്ട്. പിന്നെ നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടുന്ന് പുറത്തേക്ക്. അങ്ങനെ വന്നിട്ട് നമ്മളെ വാഷ്റൂം ഇതാണ്. കുഴപ്പമൊന്നുമില്ലാത്ത ഒരു വാഷ്റൂം. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. ഞാനൊന്ന് സെറ്റിലാവട്ടെ ഇവിടെ. അങ്ങനെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടെ തന്നെ ഫ്രിഡ്ജിലുണ്ടായിനി. അപ്പം ഇന്ന് രാത്രി കഴിക്കാനുള്ള ഫുഡ് കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ട് ഞാനൊന്നിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ കൺക്ലൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 35 കിലോമീറ്ററോളം ഇനി നമുക്ക് നടക്കാനുണ്ടായിരുന്നത്. അതിൽ ഓൾമോസ്റ്റ് എത്ര നടന്നെന്ന് അറിയാൻ, എന്നാലും മോശമില്ലാത്തൊരു ദൂരം നടന്നിക്കണ്. കാണിച്ചു തരാം.
കണ്ടോ 21 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒട്ടും മോശമല്ല. എന്നാലും ഫുള്ളായില്ല, നമ്മൾ ബസ് എടുത്തു. ബട്ട് ഓക്കെ, അത്രയും നടന്നു. ഇപ്പം ഇന്നിവിടെ എത്തി. ഇപ്പം സമയം 4:45 അപ്പം അത്ര തന്നെ ഉള്ളൂ. ഉള്ള വീഡിയോ എഡിറ്റ് ചെയ്യണം, രാത്രി ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം, രാവിലെ എണീക്കണം, യാത്ര തുടരണം. നടക്കാൻ പറ്റുമെന്ന് തന്നെ നമ്മൾ മാക്സിമം നോക്കും. പറ്റണില്ല എന്നുണ്ടെങ്കിൽ ബസ് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിരിക്കും, കാർഡിഫ് നമ്മൾ എത്തിയിരിക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.